ഇങ്ങനെയാണ് നിങ്ങൾ വാമപ്പ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോ. സോ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വാമപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഇഞ്ചറി മാക്സിമം കുറയ്ക്കാൻ പറ്റും, എന്തുകൊണ്ട് വാമപ്പ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, സോ വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. നമ്മളൊരു വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് ആ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ജോയിൻറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ മസിൽസൊക്കെ കുറച്ച് വാമായതിനു ശേഷം അവർ ഹെവി വെയ്റ്റിലേക്ക് കടക്കുന്നതായിരിക്കും നമ്മുടെ മസിൽസിനും അതുപോലെ ജോയിൻറ്റ്സിനും ഏറ്റവും ബെറ്റർ ആയിട്ട് വരിക. അപ്പോൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ എല്ലാ മസിൽ ഫൈബേഴ്സും കൺട്രാക്ട് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ആ കൺട്രാക്ഷൻ അനുസരിച്ചുള്ള നമ്മൾ ഏത് മൂവ്മെൻ്റ് ആണോ ചെയ്യുന്നത് ആ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ജോയിൻറ്റ്സ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മുടെ മസിൽസും ജോയിൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ നെർവസ് സിസ്റ്റം ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഈ CNSൻ്റെ റെസ്പോൺസ്. ആക്ച്വലി നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ CNS റെസ്പോൺസ്. ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പല ഇംബാലൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സുഷുമ്ന നാഡി സിസ്റ്റം, എനിക്ക് അങ്ങനെയാണ് മലയാളം തോന്നുന്നു, ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ പ്രിപ്പയർ ആക്കാൻ കൂടിയാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് വാമപ്സിലേക്ക് കിടക്കാം. പല ആൾക്കാരും പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് വാമപ്പിന് വേണ്ടി ചെയ്യുന്നത്. ഒന്നാമത് ഡൈനാമിക് സ്ട്രെച്ചിങ്സ് ഉണ്ട്, പിന്നെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്സ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ് തന്നെ നമ്മൾ ചെറിയ വെയിറ്റ് ഇട്ട് അടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ബെറ്റർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് പറയാം. പല സ്റ്റഡീസിൽ പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് നിങ്ങൾ വാമപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ടിൻ്റെ ഇടയിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മസിലിൻ്റെ പവറിനെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് എടുക്കാൻ പറ്റുമോ ചിലപ്പോൾ അത്രത്തോളം വെയിറ്റ് നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്താൽ എടുക്കാൻ പറ്റില്ല. സോ തീർച്ചയായും നിങ്ങൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് അവോയ്ഡ് ചെയ്യുക. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ വർക്കൗട്ടിന് ശേഷം മാത്രം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് അടുത്താണ് ഡൈനാമിക് സ്ട്രെച്ചിങ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രെച്ചിങ് മൂവ്മെൻ്റാണ്. കാരണം നമ്മളെ ജോയിൻസിനെയൊക്കെ നല്ല രീതിയിൽ വാമാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ തീർച്ചയായും നിങ്ങൾ ഡൈനാമിക് മൂവ്മെൻറ്റ് നിങ്ങൾ വാമപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാമപ്പ്. അതായത് നമ്മൾ ഏത് മൂവ്മെൻ്റ് ആണോ ചെയ്യുന്നത് ആ മൂവ്മെൻറ്റിൻ്റെ ഒരു വാമപ്പ് 1-2 സെറ്റ് എടുക്കുക. കാരണം നിങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഈ രീതിയിലാണെന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 100 കിലോ സ്ക്വാട്ട് അടിക്കുന്നുണ്ട് വിചാരിക്കുക. നിങ്ങളെപ്പോഴും വെയിറ്റ് ചെറുതായി കൂട്ടി, അതായത് ഒരു 3-4 വാമപ്പ് സെറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ മെയിൻ സെറ്റായ 100 കിലോയിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ 100 കിലോ സ്ക്വാട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ സെറ്റ് 20 കിലോ ഒരു വാമപ്പ് സെറ്റ് ഒരു 10-15 റെപ്പ് അടിക്കും. പിന്നെ 40 കിലോ ഒരു വാമപ്പ് സെറ്റ്, 60 കിലോ ഒരു വാമപ്പ് സെറ്റ്, 80 കിലോ വെച്ചിട്ട് ഒരു വാമപ്പ് സെറ്റ്, പിന്നെ മാത്രമാണ് ഞാൻ 100 കിലോ എൻ്റെ മെയിൻ സെറ്റിലേക്ക് കിടക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇഞ്ചുറീൻ്റെ റിസ്ക് എന്ന് വെച്ചാൽ വളരെയധികം കുറയും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഇത്രയധികം വാമപ്പ് സെറ്റൊക്കെ ചെയ്യണമെന്ന്. ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടൈം കുറച്ച് പോവായിരിക്കും, എന്നാലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ എക്സസൈസിനും നിങ്ങൾ വാമപ്പ് സെറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് സ്ക്വാട്ടാണ്, സോ അതിന് ഞാൻ ഇത്രയും വാമപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ലെഗ് എക്സ്റ്റൻഷന് ചിലപ്പോൾ ഞാൻ വാമപ്പ് സെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു വാമപ്പ് സെറ്റ് എങ്ങാനും ചെയ്യും. സോ അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. സോ എനിക്ക് നിങ്ങളോട് വാമപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ വാമപ്പ് സെറ്റ് 1, 2, 3 തീർച്ചയായിട്ടും അടിക്കുക. കൂടുതലും അതായിരിക്കും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വാമപ്പ് തരാൻ പോകുന്നത്.